ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്താണെന്ന് നമ്മുടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. സാമാന്യം തന്നെ പറയുന്നത് എന്താണ്? കൃഷിയാണെന്നാണ്. ഏറ്റവും ശ്രേഷ്ഠമായ അമൽ കൃഷിയാണ്. എല്ലാ പ്രവാചകന്മാരും കൃഷിക്ക് പ്രാധാന്യം നൽകിയിരുന്നു. നബി നല്ല കർഷകനായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെയും ആദിമ സമൂഹത്തിന് കൃഷിയൊന്നും അറിയില്ലായിരുന്നു. അവരിങ്ങനെ ഭാഗ്യം കൊണ്ട് കിട്ടണതൊക്കെ തിന്ന് മുന്നോട്ട് പോരലായിരുന്നു എന്നൊക്കെ നമ്മൾ ആധുനികമായി ആന്ത്രോപോളജിയിലൊക്കെ പഠിക്കും. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ഒന്നാമത്തെ മനുഷ്യൻ സംസ്കാര സമ്പന്നനായിരുന്നു, പ്രവാചകനായിരുന്നു. അദ്ദേഹം കൃഷി ചെയ്തിരുന്നു. എല്ലാ കാര്യത്തിലും ഏറ്റവും അന്നത്തെ രീതിക്ക് ഉന്നതനായിരുന്നു. അപ്പം നബിമാരൊക്കെ ചെയ്ത കൈത്തൊഴിലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് കൃഷിയായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം കണക്കാക്കുന്നത്. ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ ഒക്കെ കാര്യം എടുത്താലും മാനസികമായി ഏറ്റവും ഉല്ലാസമുള്ളത് കർഷകർക്കാണെന്നാണ്. നന്നായിട്ട് ബാങ്കിൽ നിന്ന് വായ്പ ഒക്കെ എടുത്തിട്ട് പലിശമേൽ പലിശ കയറി വന്നിട്ട് അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ആ കൃഷിയും അവരും തമ്മിലുള്ള ബന്ധം എത്രയായിരിക്കും ആലോചിച്ച് നോക്കുമ്പോൾ. വെള്ളം വരുന്നതിനെ പറ്റി അവർ ആലോചിച്ചുകൊണ്ടേയിരിക്കും. വെള്ളം കൂടുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടേയിരിക്കും. കൂടുന്ന വെള്ളം തുറന്നു വിടാൻ വേണ്ടി അവരുടെ ശ്രദ്ധ എപ്പോഴും കൃഷിയിടത്തിലായിരിക്കും. വിത്ത് വതച്ചാൽ പിന്നെ അത് പക്ഷികളൊന്നും കൊത്തി കൊണ്ടുപോകാതിരിക്കാൻ ചിലപ്പോൾ അവർ കാവൽമാടങ്ങളൊക്കെ കെട്ടി കാത്തിരിക്കും. ചെറിയ ചെറിയ ഈ കുസൃതിപ്പണികളൊക്കെ വെക്കും, കവർ തൂക്കിയിടലും മറ്റുമൊക്കെ ആയിട്ട്. ശ്രദ്ധ അവിടെ നിന്ന് മാറുന്നില്ല എന്നർത്ഥം. പിന്നെ അതിൻ്റെ ഘട്ടം ഘട്ടമായി ഓരോ സമയത്തും അവർ വളരെ ഏറെ ബഹുമാനത്തോടുകൂടെ ശ്രദ്ധയോടുകൂടെ അതിനെ പരിചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം പാടത്ത് പോകാതിരുന്നാലും ഒരു യഥാർത്ഥ കർഷകന് അന്ന് ഉറക്കു വരില്ല. ഒരാൾക്ക് എന്തായാലും ആ പാടത്തൊന്ന് പോകേണ്ടി വരും. ഇതൊക്കെ കൂടെ വെച്ച് യഥാർത്ഥ ഒരു കർഷകന്റെ മനസ്സുകൂടെ നമ്മളെ മനസ്സിലാക്കാൻ പ്രേരിപ്പിച്ചിട്ടാണ് നിസാഉക്കും ഹർസുല്ലക്കും എന്ന് പറയാൻ പറയുന്നത്.